ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ എൻ്റെ പരിപാടികളാട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ ദോശ ഉണ്ടാക്കുകയാണ്. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് നമ്മുടെ അയൺ ദോശക്കല്ലിലാണ്. ഇരുമ്പ് ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി നല്ല ഇഷ്ടമാണ്. കാരണം നമുക്ക് ഹെൽത്ത് വൈസ് വളരെ നല്ലതല്ലോ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത് മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലാണ് കേട്ടോ. പക്ഷെ നോൺ സ്റ്റിക്ക് അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നാളുകളായിട്ട് കരുതിയിരുന്നിട്ട് ഞാൻ അധികം നാളായിട്ടില്ല കേട്ടോ ഞാൻ അയൺ ചട്ടി മേടിച്ചിട്ട്. പക്ഷെ കടകളിൽ നിന്നൊക്കെ ഞാൻ നോക്കിയപ്പം എനിക്ക് അത്ര ക്വാളിറ്റി വൈസ് നല്ലതായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. അപ്പം ഇതിൻ്റെയൊക്കെ ലിങ്ക് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് അയക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ദോശ പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇരുമ്പ് ചട്ടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ദോശ നമുക്ക് വിട്ട് കിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദോശ നമ്മൾ എപ്പോഴെങ്കിലും കരിഞ്ഞു പിടിക്കുമോ, കൂടുതൽ സമയം കരിഞ്ഞു പിടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും അത് ഇതുപോലെ തന്നെ വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഉണ്ടാക്കിയപ്പം ലാസ്റ്റത്തെ ദോശ വെച്ചിട്ട് ഞാൻ പിന്നെ കുഞ്ഞുവാവേനെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ദോശ സ്വാഭാവികമായിട്ട് കരിഞ്ഞു പോയിട്ടോ. അപ്പൊ ആ കരിഞ്ഞു പോയത് കൊണ്ടാണ് എനിക്ക് പിന്നീട് ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വന്നപ്പം ദോശക്കല്ലിൽ പിടിച്ചത്. അപ്പൊ ഞാൻ നെയ്യാണ് യൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പൊ എൻ്റെ നെയ്യൊക്കെ തീർന്നു പോയി. കാരണം ഞാൻ മറ്റേ പാൽപ്പാടയുടെ നെയ്യ് എടുത്തിട്ടാണല്ലോ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പൊ എൻ്റെ പാൽപ്പാടയൊക്കെ ഞാൻ ഏകദേശം നിറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി നിറഞ്ഞു കഴിയുമ്പോഴാട്ടോ ഞാൻ വെച്ചിരിക്കുന്ന പാത്രത്തിൽ കംപ്ലീറ്റ്ലി നിറഞ്ഞു കഴിയുമ്പോഴേക്കും ഞാൻ പാൽപ്പാടയിൽ നിന്ന് ഇരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ നെയ്യും പുറത്തുനിന്ന് മേടിക്കാറില്ല. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മേടിക്കുന്ന ബട്ടറാണ്. ബട്ടർ നമുക്ക് ഉണ്ടാക്കാം ആ പാൽപ്പാടയിൽ നിന്ന്. പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത്. അപ്പോൾ നമ്മുടെ ദോശ ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേഗം എൻ്റെ മെയിൻ ആയിട്ടുള്ള ഐഡിയ എടുത്തു കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ പുരട്ടിയതേ, ഞാൻ കുറച്ച് മുട്ട അതിൻ്റെ ഒപ്പം അങ്ങോട്ട് വറുത്തു. അപ്പോൾ ഈ മുട്ട വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. നൈസായിട്ട് കിട്ടും, നമുക്ക് വേഗം കിട്ടും ദോശ. അപ്പോൾ ഞാനിപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാറെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തേ. എല്ലാവരും പറയും നല്ലെണ്ണ യൂസ് ചെയ്യണം നല്ലതാണ്. നല്ലെണ്ണ യൂസ് ചെയ്താലും നല്ലത് തന്നെയാണ്. നല്ലെണ്ണ നമ്മൾ പുരട്ടി നമ്മൾ തലേദിവസം എടുത്ത് വെക്കുവാണെങ്കിലും ഇതുപോലെ പിടിക്കാൻ ചാൻസ് ഇല്ല. ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ എനിക്ക് ഏറ്റവും നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എഗ്ഗ് ഇങ്ങനെ ഓംലേറ്റ് അടിച്ചു വെക്കുന്നതാണ്. അപ്പൊ നമ്മള് ഓംലേറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ദോശ ചുടാനും പോകുക കേട്ടോ. അപ്പൊ ദോശ ചുടുമ്പോൾ നിങ്ങൾ കണ്ടു, അത് വേഗം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് വിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ, ചട്നി ഉണ്ടാക്കാം. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് കുട്ടികളെ റെഡിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അവരുടെ സ്കൂളില് പഠനോത്സവത്തിന്റെ ഭാഗമായിട്ട് അവരുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഓരോരുത്തർക്കും ഓരോ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റിനനുസരിച്ച് ഡ്രസ് ചെയ്തിട്ട് വരണം എന്നായിരുന്നു അവരുടെ പരിപാടി ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂളിൽ അവരുടെ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ദോശയൊക്കെ ഏകദേശം സെറ്റായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾക്ക് ദോശയൊക്കെ വേഗം 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 ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ളതല്ലേ. അപ്പം ഇതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നത്. ഈ പാത്രം കഴുകുന്ന പരിപാടികൾ, പിന്നെ ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ ചെയ്യും. കാരണം നമ്മൾ തീ കുറച്ചിട്ടിട്ടാണല്ലോ ദോശ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്റെ ദോശ പരിപാടികളൊക്കെ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ദോശയൊക്കെ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേഗം വേഗം നമുക്ക് ചമ്മന്തിക്ക് ഉണ്ടാക്കാം. കാരണം നമുക്ക് ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ള ഡേ ആട്ടോ. കാരണം കുട്ടികളുടെ പപ്പയ്ക്ക് ഓഫീസിലെ ഡ്യൂട്ടിക്കൊക്കെ പോകണം. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് കുട്ടികളെയൊക്കെ റെഡിയാക്കാനുണ്ട്. പിന്നെ അവരുടെ പഠനോത്സവം പരിപാടിക്ക് നമ്മൾ പാരന്റ്സിനും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കാണാൻ പോകുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചമ്മന്തിക്കുള്ള ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ കടുകൊക്കെ പൊട്ടിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഉണക്കമുളകും കടുകൊക്കെ പൊട്ടിച്ച് നല്ലോണം വേപ്പിലേക്ക് ഇട്ട് നമ്മൾ തേങ്ങയുടെ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടൊക്കെ എടുത്തിട്ട് ചമ്മന്തിലേക്ക് ഇടുകയാണ് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തിയും. നമ്മൾ വേഗം വേഗം ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കണമായിരുന്നു. കാരണം കുട്ടികൾ ഏകദേശം ഒരു ഭക്ഷണം കഴിക്കാൻ വരാൻ റെഡി ആയിരുന്നു. അപ്പോഴേക്കും നമ്മൾ ദോശയും ചമ്മന്തിയൊക്കെ റെഡിയാക്കി നമ്മളവിടെ കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെക്കും. അവർ വന്ന് എടുത്ത് കഴിച്ചോളൂ കേട്ടോ.
കാരണം നമ്മുടെ അബിഗേലിന് നമുക്ക് നേരത്തെ പോകണമല്ലോ. അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം അവളെ റെഡിയാക്കി വിടാനായിട്ട്. അങ്ങനെ ഏകദേശം നമ്മൾ ചെന്ന് റെഡി ആയിട്ട് ഗൈസ് നമ്മൾ. അപ്പം അത് കഴിഞ്ഞതേ നമ്മൾ കുട്ടികളെ റെഡിയാക്കിയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആൻമരിയൊക്കെ ആയിട്ടിരിക്കുന്നത് നമ്മുടെ ആസാമാണ് കേട്ടോ. അപ്പോൾ ആസാമിൽ അത്യാവശ്യം നമ്മൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയായിട്ട് അവരെ റെഡിയാക്കിയത്. തൊട്ടടുത്തേക്ക് നമ്മുടെ ആൻമരിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ റെഡിയാക്കിയായിരുന്നു. പിന്നെ അതിനുള്ള ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ അവരുടെ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നതും പിന്നെ അവളുടെ കയ്യിലുള്ളതൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത്. ആ കുട്ടി നമ്മുടെ മണിപ്പൂരി മിസോറാം ആയിരുന്നു കേട്ടോ. മിസോറാം സ്റ്റൈലിലായിരുന്നു അതിനെ റെഡിയാക്കിയത്. ഇത് നമ്മുടെ ആസാം ആയിരുന്നു കേട്ടോ നമ്മുടെ ആൻമരിയൊക്കെ. അപ്പോൾ ഏകദേശം അവരെ റെഡിയാക്കി ഞാൻ അവരെ കൊണ്ടുപോയി ആക്കി. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് അവരുടെ സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ടീച്ചേഴ്സ് അവിടെ കുട്ടികളെ നല്ല രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ തമിഴ്നാടിൻ്റെ ആൾക്ക് സാരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം വീട്ടിൽ പോയി സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ കുട്ടിയെ റെഡിയാക്കി. അപ്പം മിസ്സുമാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിട്ടോ എല്ലാം. പിന്നെ പാരൻസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പല സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റും ഒന്നുമില്ല, പക്ഷെ കുറച്ച് സ്റ്റേറ്റുകൾ മാത്രം കുട്ടികൾ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദേ കേരള, മിസോറാം, പിന്നെ ഗോവ, അങ്ങനെയുള്ള മണിപ്പൂരി അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ ചെറിയൊരു റാമ്പാക്ക് പോലെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാരൻസും ടീച്ചേഴ്സും ഒക്കെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ തമിഴ്നാട്, കേരള, ഗോവ, തമിഴ്നാട്, ആസാം, പിന്നെ പഞ്ചാബ്, പിന്നെ രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, അങ്ങനെ കുറേ പേര് മണിപ്പൂരി ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ റെഡിയായി വന്നായിരുന്നു. ഏകദേശം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ എല്ലാവരും സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സ്കൂളിൽ എപ്പോഴും നടക്കുന്നുണ്ട്. അപ്പം നമ്മളും അതിനെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കും കേട്ടോ. കാരണം കുട്ടികൾ എപ്പോഴും പഠനമായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഒരു സ്കൂളിൽ പോകാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് സ്കൂളുകളിൽ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ദേ അവർ കുട്ടികളെല്ലാവരെയും കൂടി കൊണ്ടുപോയിട്ട് ജംഗ്ഷനിലായിരുന്നു കേട്ടോ പഠനോത്സവത്തിൻ്റെ പരിപാടികൾ നടന്നിരുന്നത്. അവിടെ കുട്ടികളുടേതായ കുറേ പെർഫോമൻസും ഉണ്ടായിരുന്നു കേട്ടോ. മറ്റു കുട്ടികളുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നു.